ഇന്ന് വരെ നമുക്ക് ആലോചിച്ച് നോക്കും, നമുക്ക് എത്ര പേർക്ക് അറിയാം മൈൻഡ് എവിടെയാണ് ഇരിക്കുന്നത്? നമ്മളെവിടെയാണ്, നമ്മുടെ ഏത് ഭാഗത്താണ് മൈൻഡ് ഇരിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്. മൈൻഡിന് സർജറി ചെയ്യാൻ ആരെങ്കിലും ചെയ്തിട്ട് കണ്ടിട്ടുണ്ടോ? പക്ഷെ മൈൻഡിൻ്റെ സർജറി ചെയ്യാൻ പറ്റും. മൈൻഡിനെ സർജറി ചെയ്യുന്ന ലെവലിലേക്ക്, അല്ലെങ്കിൽ ആ ലെവലിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അത് മൈൻഡ് എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് മൈൻഡ് ഇരിക്കുന്നത്? മൈൻഡിനെ ഇന്ന് വരെ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റാസ് ഒരു എക്സ്റ്റേണൽ എവിടെയോ ഒരു സെർവറിലാണ് ഇത് സ്റ്റോക്ക് ചെയ്യുന്നത്, അപ്പോൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനം ഒരു ആവശ്യം വരും. നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുള്ളൂ, ചില സമയത്ത് വഴി വെച്ച ഒരാളെ കണ്ടു, നമുക്ക് അവരുടെ പേര് ഓർമ്മ വരുന്നില്ല, കുറേ കഴിഞ്ഞ് നമ്മൾ കുറേ ശ്രമിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല, അല്ലെ അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം ആ ആൾ ഇന്ന ആളാണെന്ന് പറഞ്ഞ് നമ്മൾ 5 മണിക്കൂർ ശേഷം അല്ല വൈകുന്നേരം ആയിരിക്കും ഓർമ്മ. ഇത് എവിടെ നിന്നാണ് വന്നത്? വേറെ ഏതോ സെർവറിൽ ഇത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ സാധനം നമ്മൾ ചിന്തിച്ചപ്പോൾ അങ്ങോട്ട് ഈ സാധനം, ഈ ഡാറ്റ മുഴുവൻ റിട്രീവ് ചെയ്യാനായിട്ട് പുള്ളി പഴയ സാധനം മുഴുവൻ തപ്പിയെടുത്തിട്ട് ലാസ്റ്റ് തരുന്ന. നമുക്ക് ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. പ്രത്യേകിച്ച് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളിൽ നമുക്ക് യാതൊരു സാധനം നമുക്കൊന്നും അറിയാം. നമ്മൾ പരമാവധി എന്നൊരു തലവേദന എന്ന ഒരു തലവേദനയ്ക്കുള്ള ഗുളിക കഴിക്കാമെന്നല്ലാതെ ഇതിനെ പ്രവർത്തിപ്പിക്കുന്നതിനെക്കുറിച്ചൊന്നും ആരും യാതൊരു ഐഡിയ നമുക്ക് തന്നിട്ടില്ല. ഒരു ഓപ്പറേറ്റിംഗ് മാനുവലും ഇല്ലാത്തൊരു സാധനമായതുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്നു, കണ്ണി കണ്ട ചവറെല്ലാം ചപ്പും ചവറെല്ലാം തലയിലേക്ക് കയറുന്നു. അതിനനുസരിച്ചാണ് ജീവിതം മാറിപ്പോകുന്നത്. നമ്മൾ ബ്രെയിനിനെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാനായിട്ട് മനുഷ്യന് പറ്റും. ഇപ്പം ഹ്യൂമൻ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി ഇന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത അത്രയും ഇതായിട്ടുള്ളൊരു സാധനമൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വിട്ടിരിക്കുന്നത്. നമ്മൾ എത്ര നിരുത്തരവാദപരമായിട്ടാണ് ജീവിക്കുന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ ഒരു സൃഷ്ടാവിനോട് യാതൊരു റെസ്പെക്റ്റും ഇല്ലാതെയാണ് പല നല്ല ശതമാനം ആൾക്കാർ നമ്മൾ ജീവിക്കുന്നത്. അത്ര പൊട്ടൻഷ്യലുള്ള ഒരു ഡിവൈസൊക്കെ നമ്മുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്ത് വിട്ടിട്ട്, ഒരു ഓർഗനൊക്കെ ഫിറ്റ് ചെയ്ത് വിട്ടിട്ട് അതിനെയൊക്കെ നമ്മൾ എത്ര കെയർലെസ് ആയിട്ട്. ഇപ്പോൾ ആലോചിച്ച് പല ആൾക്കാരും മൊബൈലിൽ സെർച്ച് ചെയ്യുമ്പോൾ, നിങ്ങളിപ്പോൾ രാഷ്ട്രീയ പോസ്റ്റുകൾ നോക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. കാരണം ഇത് ക്യാപ്ചർ ചെയ്ത് സെൻസ് ചെയ്യാനായിട്ട്, അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. അതായത് നമ്മൾ ഏത് വിഷയത്തിലാണോ ഇൻട്രസ്റ്റ് ആ വിഷയത്തിലുള്ള വീഡിയോസ് പോപ്പപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. രാഷ്ട്രീയം നോക്കുന്ന, അതായത് രാഷ്ട്രീയ വീഡിയോയിൽ സമയം ചിലവാക്കുന്ന ഒരാൾക്ക് നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ റിലേറ്റഡ് വാർത്തകളായി എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അത് തന്നെ ശരി വെക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വിചാരിക്കുകയാണ് നമ്മളൊരു ഫെയിലിയറാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയിലിയർ ആണെന്ന് സ്ഥിരീകരിക്കാനുള്ള വാർത്തകൾ കയറി വന്നുകൊണ്ടിരിക്കും. ഈ ഒപ്റ്റിമൈസേഷൻ, ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നേരത്തെ തന്നെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ആൾ ഫിറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നതാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്ന, അല്ല നമ്മൾക്കിഷ്ടമുള്ള സാധനത്തിലേക്ക് അത് കാണിച്ചുകൊണ്ടിരിക്കും, അത് ഉറപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ വിശ്വാസം ഇതാണ്, ഓക്കെ, ആ വിശ്വാസത്തിനെ കുറച്ചുകൂടെ സ്ഥിരീകരിക്കാനുള്ള വാർത്തകൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അതായി മാറും. ഏത് നമ്മൾ ആ ചിന്തിച്ച സാധനം, അതാണ് ഈ തഥാസ്തു എന്ന് പറയുന്നത്. ഈ തഥാസ്തു എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായി മാറട്ടെ എന്നാണ്. അതാണ് തഥാസ്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണോ പറയുന്നത്, നിങ്ങൾ അതായി മാറും. അതായത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിനായിട്ടുള്ള റിലേറ്റുള്ള വാർത്തകളെ പോയി ക്യാപ്ചർ ചെയ്ത്, നിങ്ങളൊരു ആൾക്കൂട്ടത്തിന് ഉള്ള ഒരു ഉത്സവപ്പറമ്പിലോ പള്ളി പെരുന്നാളിനോ പോയി നിൽക്കുകയെന്ന് വിചാരിക്കുക. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം സാധാരണ നോക്കുന്നത് അവിടെ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ. നമ്മളെവിടെ ചെന്നാലും, ഏത് ക്രൗഡിൽ ചെന്നാലും, കല്യാണത്തിന് പോയാലും ഒക്കെ നോക്കും. കറക്റ്റ് നമുക്ക് പരിചയമുള്ള ഒരാൾ ചിലപ്പോൾ അവിടെ കാണുള്ളൂ, അങ്ങേരിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്ന കാണാൻ പറ്റും. കാരണം ഇത് എത്തിക്കാനായിട്ടുള്ള അത്ര പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് നമ്മളിലൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ ബ്രെയിൻ്റെയൊക്കെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അത്ര, ആ കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ഇന്നലെ വൈകുന്നേരം വരെ ഒന്നിച്ച് കണ്ട ആൾ അവിടെ ഉണ്ടെങ്കിൽ ആ ആളിലേക്ക് എത്ര ഫാസ്റ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമെന്നറിയോ. ഇതാണ് മൈൻഡിൻ്റെ പവർ.